പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ തോൽവി അന്വേഷിച്ച UDF ഉപസമിതി കരട് റിപ്പോർട്ട് തയ്യാറാക്കി. DCC പ്രസിഡന്റിന്റെ പ്രവർത്തനം തൃപ്തികരമായിരുന്നില്ലെന്ന് പരാമർശം. തെരഞ്ഞെടുപ്പ് ഫണ്ട് കൃത്യമായി ഉപയോഗിച്ചില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പാലക്കാട് നേരിട്ട കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ അന്വേഷണം നടത്തണമെന്ന സോഷ്യലിസ്റ്റ് ജനതയുടെ പരാതിയെ തുടർന്നാണ് അന്വേഷണത്തിനായി ഒരു ഉപസമിതിയെ UDF ചുമതലപ്പെടുത്തിയത്. PP തങ്കച്ചൻ കൺവീനറും R ബാലകൃഷ്ണപിള്ള ചെയർമാനുമായ ഉപസമിതി പാലക്കാട്ടെ പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ പാളിച്ച സംഭവിച്ചെന്ന് കണ്ടെത്തി. DCC പ്രസിഡന്റ് CV ബാലചന്ദ്രന്റെ പേരെടുത്ത് കുറ്റപ്പെടുത്തുന്ന റിപ്പോർട്ടിനാണ് ഉപസമിതി രൂപം നൽകിയത്. പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ ബാലചന്ദ്രന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി അണികളെ അണിനിരത്തുന്ന കാര്യത്തിൽ പരാജയം സംഭവിച്ചു. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറും കോൺഗ്രസ് നേതാവുമായ C ചന്ദ്രന്റെ പ്രവർത്തനവും തൃപ്തികരമായിരുന്നില്ലെന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. തെരഞ്ഞെടുപ്പ് സമിതി കൺവീനർ എന്ന നിലയിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പ്രവർത്തനങ്ങൾ ശരിയായ അർത്ഥത്തിൽ നടന്നുപോയെന്ന പരിശോധന പോലും നടത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ച ഗുരുതരമായ ആരോപണങ്ങളും ഉപസമിതി മുന്നോട്ട് വയ്ക്കുന്നു. സ്വരൂപിച്ച ഫണ്ട് താഴേക്കിടയിൽ വിതരണം ചെയ്തില്ല എന്നാണ് സമിതിയുടെ കണ്ടെത്തൽ. ബൂത്ത്, പഞ്ചായത്ത് തലങ്ങളിലെ പല പ്രവർത്തകരും സമിതിക്ക് ഇതു സംബന്ധിച്ച് മൊഴി നൽകിയതായും കരട് റിപ്പോർട്ടിൽ പറയുന്നു. സാമ്പത്തിക വിനിയോഗം പരിശോധിക്കണമെന്നും ഉപസമിതി നിർദ്ദേശിക്കുന്നുണ്ട്. പരാജയത്തിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ നടപടി വേണമെന്ന ശുപാർശയും കരട് റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ട് അടുത്ത UDF യോഗത്തിൽ നേതൃത്വത്തിന് കൈമാറും. പാലക്കാട് CPIM-ലെ MP രാജേഷിനോട് 1,05,323 വോട്ടിനാണ് MP വീരേന്ദ്രകുമാർ പരാജയപ്പെട്ടത്. ഈ വമ്പൻ തോൽവിയുടെ കാരണം കോൺഗ്രസിന്റെ കാലുവാരലാണെന്ന് അന്ന് തന്നെ ആരോപണമുയർന്നിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.